മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട്. ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം. കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല, അവർക്ക് വാഹനമില്ല, അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല, അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല, കാരണം അവർക്ക് പഴയ ശമ്പളമാണ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കാൻ പാടില്ല, മറ്റെന്തെങ്കിലും വേണം വിളിക്കാൻ. ഇന്നലെ രമേശ് ചെന്നിത്തല നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ പിണറായിക്ക് അത് സഹിച്ചില്ല. അങ്ങനെ വിളിച്ചു പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ ചോദിക്കുകയാണ്, ഡാ പൊന്നളിയാന്ന് വിളിക്കാം ഇനി, അങ്ങനെയല്ലേ ഇനി വിളിക്കേണ്ടത്? ഇന്നലത്തെ ആ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ സത്യത്തിൽ വല്ലാതെ ചിരിച്ചുപോയി. കാര്യം പിന്നെ എന്താ വിളിക്കേണ്ടേ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി, അതായത് ചീഫ് മിനിസ്റ്ററെ നമ്മൾ തെറി വിളിക്കരുത്, അത് മോശമാണ്. അതൊരു മാന്യതയുടെ സഭ്യമായ രീതിയല്ല. പക്ഷേ പലപ്പോഴും ഈ തർക്കങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ട്, പ്രശ്നമില്ല. പക്ഷേ ഇന്നലെ വളരെ ഗൗരവകരമായ ഒരു ചർച്ച. കേരളത്തിലാകെ ലഹരി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ലഹരി ഒഴുകുകയാണ് കേരളത്തിലേക്ക്. ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എക്സൈസും തന്നെയാണ് ഇതിന് ഉത്തരവാദികളെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എക്സൈസോ പോലീസും കണ്ണടച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം ലഹരികൾ ഇവിടേക്ക് വരുന്നതും. ഇത് ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ പിള്ളന്മാരെ പിടിച്ചുകൊണ്ടുപോയി കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതല്ല യാഥാർത്ഥ്യം. ഇതിന് പിന്നിൽ ആരാണ്, ഇതിൻ്റെ ഏജന്റുമാരാരാണ്, ഇത് എവിടെ നിന്ന് വരുന്നു, അതിർത്തികളിലെ കർശനമായ പരിശോധന, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു പരിധിവരെ നിയന്ത്രിക്കാൻ തന്നെ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് എടുത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരവരുടെ വീടുകളിൽ അറിയിച്ച് ഇവർക്ക് കൃത്യമായ ഒരു മെഡിക്കൽ സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കാൻ സർക്കാരിന് കഴിയാത്തതാണോ? അല്ല. ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ പിൻബലത്തിലാണ് ഇതൊക്കെ നീങ്ങുന്നത്. വല്ലാത്ത ഗതികേടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ലഹരിക്കെതിരെ വലിയ സമരങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അതെ, ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് ലഹരിക്കെതിരെ വലിയ ഈ പറയുന്ന പോലെ ക്യാമ്പയിനുകൾ നടത്തുന്നു. ആളുകളെ ഇപ്പം യൂത്ത് കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുന്നു, DYFI ക്യാമ്പയിൻ നടത്തുന്നു, ഇനി യുവമോർച്ച ക്യാമ്പയിൻ നടത്തുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ തീരുമാനിച്ചാൽ ഒരു ദിവസം കൊണ്ട് നിൽക്കും കേരളത്തിലെ ലഹരി. ഇതാരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, വലിയ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു രക്ഷയില്ല, എവിടെ നിന്നാണ് ലഹരി വരുന്നതെന്നും എവിടേക്കാണ് പോകുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാം, പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല. ഈ കൊച്ചിയിലുള്ള ഒരു സിനിമാ സെറ്റുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗങ്ങളുണ്ട്. ഇവിടെയുള്ള യൂത്ത് ഗായകന്മാരിൽ പല ആളുകളും ലഹരിക്ക് അഡിക്റ്റഡ് ആണ്. ആ ലഹരിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള യൂത്ത് ഗായകന്മാരുടെ ലിസ്റ്റ് എക്സൈസിൻ്റെ കയ്യിലുണ്ട്. ഈ പറയുന്ന സിനിമാ സെറ്റുകളിൽ ലഹരി പിടിക്കാൻ പോയ എക്സൈസിന് കിട്ടിയത് സസ്പെൻഷനാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ കുട്ടികൾക്ക് ആരിലാണ് ലഹരി എത്തിക്കുന്നത്? കാസർഗോഡ് വഴി, തിരുവനന്തപുരം വഴി, വാളയാർ വഴി, എല്ലാ വിഭാഗങ്ങളുണ്ടല്ലോ. ഇതവിടെ നിൽക്കട്ടെ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പിണറായിയെ വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ പിണറായി വിജയൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നതിൽ ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഭരണഘടനാപരമായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധതയുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. പക്ഷെ പിണറായി വിജയന് അത് കൊണ്ടു. അങ്ങനെ വിളിച്ചതിൽ പിണറായി രോക്ഷാകുലനായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറുപടി പറയണോ എന്നൊക്കെയാണ് ഇവിടെ. എന്നെ എന്താണ് നിങ്ങൾ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചില്ല. അതിന് പകരം രോക്ഷാകുലരാകുകയായിരുന്നു പിണറായി ചെയ്തത്. കാരണം പിണറായി രാജാവാണ്. പിണറായി ഇപ്പോഴും ആ ഒരു ചക്രവർത്തി മനോഭാവത്തിൽ നിന്ന്, ജന്മി മനോഭാവത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അദ്ദേഹത്തെ ഇനി അയാളെ എന്ന് വിളിച്ചാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവുമോ എനിക്കറിയില്ല. അദ്ദേഹത്തെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല എന്നാണ് പുള്ളിയുടെ ഒരു ധാരണ. ഇത് രാജഭരണമല്ല എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം. രാജഭരണം മാറിയിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത്. ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി അധികാരത്തിലേറ്റിയതാണ് പിണറായി വിജയനെ. അല്ലാതെ കാലങ്ങളായി കേരളം ഭരിക്കാനും കേരളം എന്തോ തീരെഴുതി കിട്ടിയ ഒരു സാധനമാണ് എന്ന രീതിയിൽ കൊണ്ടുപോകാനും ജനങ്ങൾ കൊടുത്തൊന്നും അല്ല ഇത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ്? പിണറായി വിജയനാണ്. പിണറായി ജനങ്ങളുടെ ദാസനാണ്. പക്ഷേ ഇപ്പോൾ പിണറായിയുടെ ദാസന്മാരാണ് ജനങ്ങൾ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തത്. ഇതിനെ സന്ദീപ് വാര്യർ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നല്ലാതെ എടാ പൊന്നളിയ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. സത്യമല്ലേ? എന്താ വിളിക്കേണ്ടത്? പിന്നെ രമേശ് ചെന്നിത്തല പറയാണ്, അളിയ പിണറായി നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇവിടുത്തെ ലഹരിക്കെതിരെ നടപടിയെടുക്കൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത്? കൃത്യമാണ് ചോദ്യം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിന് ശേഷം ഉള്ള ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ഒന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.
ഈ പിണറായി വിജയന് ഇത്രയധികം മറുപടികൾ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, വളരെ കൃത്യമായ രീതിയിലേക്ക് ആ വിഷയത്തെ സന്ദീപ് വാര്യർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യരോടുള്ള രാഷ്ട്രീയപരമായ വിയോജിപ്പുകളൊക്കെ ഈ വിഷയത്തിലൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഇപ്പം പല ആളുകളും വന്ന് കമൻ്റൊക്കെ ഒരു സന്ദീപ് വാര്യർ ആയതുകൊണ്ട്, പക്ഷേ ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞ ആ ഒരു ഭാഗമുണ്ടല്ലോ, അതിന് നമ്മൾ മുഖവിലയ്ക്ക് എടുത്തേ പറ്റുള്ളൂ. കാര്യം സന്ദീപ് വാര്യർ വളരെ കൃത്യമായിട്ടാണ് അതിനെ ആക്രമിച്ചത്. ഇതിനിടയ്ക്ക് പിണറായിക്ക് പോലും എന്ത് മറുപടി പറയാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ പിണറായിയെയും പിണറായിസത്തെയും CPM-ന്റെ ധാർഷ്ട്യത്തെയും ഒക്കെ സന്ദീപ് വാര്യർ ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അഹങ്കാരത്തിന്, ഈ ധാർഷ്ട്യത്തിന് കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, കേരളത്തിൽ ഒട്ടനവധിയായിട്ടുള്ള ലഹരി കേസുകൾ, കേരളത്തിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കേരളത്തിൽ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത, ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കുന്നതിന് തൊട്ട് മുമ്പ് പുറത്തു വന്ന, ഈ കൊച്ചിയിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 9ാം ക്ലാസ്സുകാരൻ അതോ 9 വയസ്സുകാരനോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പിഞ്ചു സഹോദരിയെ പീഡിപ്പിച്ചിരിക്കുന്നു. 9ാം വയസ്സുകാരനോ 9 ക്ലാസ്സുകാരനോ 9ാം ക്ലാസ്സുകാരനാണെന്ന് തോന്നുന്നു. തന്റെ സഹോദരിയെ പീഡിപ്പിച്ചിരിക്കുന്നു. ലഹരി ഉപയോഗത്തിൽ അഡിക്റ്റ് ആണ്. നോക്കണം ഇത് എങ്ങനെയാണ് ഈ സ്കൂളുകളിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥികളെ അധ്യാപകർ ഒന്ന് തല്ലിയാൽ ഇവിടെ വലിയ പ്രശ്നമാണ്. ക്രൂരമായി തല്ലിച്ചതയ്ക്കാനുള്ള ലൈസൻസ് അല്ല അധ്യാപകർക്ക് വടി എന്നുള്ളത് ആദ്യം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അധ്യാപകർ അവരുടെ പ്രശ്നം, ഒരു വിഷയം കണ്ടുപിടിച്ച് ആ വിദ്യാർത്ഥികളോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരെ ഒന്ന് ചെറുതായി തല്ലിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ രക്ഷിതാക്കൾ വാളും വലിച്ചിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അമിതമായ സ്വാതന്ത്ര്യത്തിന്, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എന്ത് ഉടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്യാമ്പയിനിങ് തുടങ്ങിയത് ഇവിടുത്തെ ഇടത് ആളുകൾ തന്നെയാണ്. അതിൻ്റെ ഒരു വലിയ ഭവിഷ്യത്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ കാര്യത്തിലും ഒന്നും കയറി അഭിപ്രായം പറയാൻ പറ്റില്ല. ഇവിടെ നിയമവിരുദ്ധമായിട്ട് നിന്നുകൊണ്ട് കഞ്ചാവ് വലിക്കുമ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴും അതിനെ തടയാൻ ചെന്നാൽ എന്താ അവസ്ഥ ഉണ്ടാവുക? അത് തടയാൻ ചെന്ന ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ BJPയുടെ നേതാവ് രശ്മിൽനാഥുമായിട്ടൊരു ചർച്ചയ്ക്കിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, അവിടുത്തെ ഒരു, എനിക്ക് തോന്നുന്നു ജനപ്രതിനിധിയാണ്, ആ ജനപ്രതിനിധി അവിടെയുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളുടെ മയക്കുമരുന്ന് അഡിക്ഷൻ ആയി ബന്ധപ്പെട്ട് അവരെ കണ്ട് സംസാരിച്ച് അത് നേരിട്ട് കൈയോടെ പൊക്കിയപ്പോൾ ആ മനുഷ്യനെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു കൊന്നൊരു നാടാണിത്. ഞാനത് കേട്ടിട്ട് ഞെട്ടിപ്പോൾ, എൻ്റെ ഓർമ്മയിൽ അതില്ലായിരുന്നു. അടിച്ചു കൊന്നു അയാളെ. ആരാണ് കൊന്നത്? 2 ചെറുപ്പക്കാർ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ലഹരിക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രതിഭ MLAയുടെ മകൻ്റെ കാര്യം വന്നപ്പോൾ വളരെ നിസ്സാരമായി ആ കേസിനെ എടുക്കുകയും പിന്നെ കനിവിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും സാക്ഷികൾ കൂറുമാറുകയും ഇത് പിടിച്ച ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള പരിപാടിയാണ് എക്സൈസിന്. അവരെ വിളിച്ചു വരുത്തി ശാസിച്ചു. ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റി. എന്തിനാ? കനുവിനെ അറസ്റ്റ് ചെയ്തതിൽ. ശരിയാണ്. ഈ 8ഓളം കുട്ടികൾ അവിടെ എടുത്ത് കഞ്ചാവ് വലിക്കുമ്പോൾ നിങ്ങൾ MLAയുടെ മകനല്ലേ, അതെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ, ബാക്കി എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് പോകണമായിരുന്നു. ഇത് ചെയ്തിട്ടില്ല. കഞ്ചാവ് ഉപയോഗിച്ചാൽ ഇപ്പോൾ പിടിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഈ മദ്യപിച്ചാൽ ഊതുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ നാവിൻ്റെ അടിയിൽ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കാണിക്കുന്ന മീറ്ററുകളുണ്ട്, ഉപകരണങ്ങളുണ്ട്. ആ തരം ഉപകരണങ്ങൾ നമ്മൾ ഏത് ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ചില പ്രത്യേകതരം ചില സിന്തറ്റിക് രാസലഹരികൾ മാത്രമേ കിട്ടാത്തതായിട്ടുള്ളൂ. ബാക്കി ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും കിട്ടും. അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്കും എക്സൈസ് കൊണ്ടുപോകാതെ, തെളിവില്ലാതെ ഈ കേസിനെ മൂടാനുള്ളൊരു ശ്രമം നടത്തുന്നു. ഈ എക്സൈസുകാരെ നമ്മൾ കുറ്റം പറയുമ്പോഴും പോലീസിനെ കുറ്റം പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഇവർക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ കഴിയുക. എക്സൈസും പോലീസൊന്നും ഞാൻ പറയുന്നത് അവിടുത്തെ ചില നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരും ഒപ്പം ആഭ്യന്തര വകുപ്പിനും തന്നെയാണ്. ഇവരെ തുറന്നു വിട്ടാൽ, ഇവർക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കാതിരുന്നാൽ കേരള പോലീസും എക്സൈസും ക്ലീൻ ആക്കും. പക്ഷെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടാവണം. ആ ഇച്ഛാശക്തി ഇവിടുത്തെ ഗവൺമെൻറ്റിനില്ല. അല്ലാതെ രായിക്ക് 40 വട്ടം ബോധവൽക്കരണം നടത്തുകയും ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇടപെടേണ്ടത് കുടുംബങ്ങളിലാണ്, അതുപോലെ തന്നെ പോലീസും ഈ എക്സൈസുമാണ്. അത് പറയാൻ വേണ്ടി രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതിൽ യാതൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. അത് തന്നെയാണ് സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞത്.